ഷിഫ അൽ ജസീറയ്ക്ക് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമാവാൻ ഒരിടം തന്നതിൽ ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷിഫ അൽ ജസീറ ഹാർവസ്റ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമാവുന്നത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നല്ല, രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇന്ന് ശിശുദിനമാണ്. ഇന്ന് ലോക പ്രമേഹ ദിനം കൂടിയാണ്. ഞാൻ എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശിശുദിനത്തിനും ലോക പ്രമേഹ ദിനത്തിനും ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ആശയവുമായി എന്തൊക്കെയോ ബന്ധമില്ലേ? ഉണ്ട്. ഹാർവസ്റ്റ് ഫെസ്റ്റിൻ്റെ ആശയം ലളിതമായി പറഞ്ഞാൽ, നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും, നല്ലത് ചെയ്താൽ അതിൻ്റെ നല്ല പ്രതിഫലം കിട്ടും. അപ്പോൾ ശിശുദിനം നമ്മൾ കുട്ടികളിൽ നല്ല മൂല്യങ്ങൾ സന്നിവേശിപ്പിച്ചാൽ, കുട്ടികൾക്ക് നല്ലത് പകർന്നു കൊടുത്താൽ ആ നന്മ തിരിച്ച് രക്ഷിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും കിട്ടും. അതുപോലെ പ്രമേഹ ദിനം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരത്തോട് നല്ലത് ചെയ്താൽ, നമ്മുടെ ജീവിത ശൈലി മെച്ചപ്പെടുത്തിയാൽ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാം. ഇത് രണ്ടും, നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും എന്ന ആശയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകളും ഇന്നത്തെ ദിവസത്തിനുണ്ട്. നവംബർ 14 ഇത് രണ്ടും ഹാർവസ്റ്റ് എന്ന ആശയവുമായി വളരെ അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ എന്താണ്? കുട്ടികളെന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവിയിലെ വിളവാണ്. അത് ബൈബിളിൽ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം 127:3 വായിച്ചാൽ ബൈബിളിൽ പറയുന്നു, മക്കൾ യഹോവയിങ്കിൽ നിന്നുള്ള അവകാശവും ഗർഭഫലം പ്രതിഫലവുമാവുന്നു. അഥവാ ഇംഗ്ലീഷിൽ വായിച്ചാൽ, ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ഫ്രം ദ ലോർഡ്, ദ ഫ്രൂട്ട് ഓഫ് ദ വൂംബ് എ റിവാർഡ്. എവറി ചൈൽഡ് ക്യാരീസ് എ ഡിവൈൻ പേർപ്പസ് ആൻഡ് പ്രോമിസ്. We are called to sow seeds of faith, love, discipline and healthy habits into their lives. ഓരോ കുട്ടിയിലും ദൈവികമായ ഒരു ലക്ഷ്യവും വാഗ്ദാനവും ഒളിഞ്ഞിരിക്കുന്നു. വിശ്വാസം, സ്നേഹം, ശാസനം, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവ അവരുടെ ജീവിതത്തിൽ വിതയ്ക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ, നല്ല മക്കളെ വളർത്തിയെടുക്കാൻ, നിഷ്കളങ്കരായ മക്കളെ വളർത്തിയെടുക്കേണ്ട ബാധ്യത നാം ഓരോരുത്തരുടെയുമാണ്. അപ്പോൾ കുട്ടികളിൽ ഉള്ള ഏറ്റവും നല്ല പ്രത്യേകതയായി ബൈബിൾ അടക്കം എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് കുട്ടികളിലെ നിഷ്കളങ്കതയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നതും ആ പ്യൂരിറ്റി, ആ പരിശുദ്ധി, നിഷ്കളങ്കത, ഇന്നസെൻസ്, ഇതൊക്കെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതാണ് കുട്ടികളെ കുട്ടികളാക്കുന്നത്. നമ്മുടെ സമൂഹം വളരെ അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിഷ്കളങ്കതയെക്കുറിച്ച് പറയുമ്പോൾ, നിഷ്കളങ്കത എന്നത് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണോ, ഒരവസ്ഥയാണോ എന്നുവരെ സംശയിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എത്ര കുട്ടികളെ നമുക്ക് നിഷ്കളങ്കരായ കുട്ടികൾ എന്ന് വിളിക്കാൻ സാധിക്കുന്നു? കുട്ടികളുടെ നിഷ്കളങ്കത മുളയിലെ നുള്ളിക്കളയുന്ന, വേരറുത്തു കളയുന്ന വാർത്തകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പിഞ്ചു ബാല്യങ്ങളെ കൊന്നൊടുക്കുന്ന രക്ഷിതാക്കൾ, കാമുകന് വേണ്ടി, കാമുകിക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി കുഞ്ഞുങ്ങളൊരു ബാധ്യതയാണെന്ന് കരുതി കൊന്നുകളയുന്ന അനേകം വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി വളർന്നു വരുന്ന കുട്ടികളിലാവട്ടെ പലതരത്തിലുള്ള അക്രമവാസന, ക്രിമിനൽ ടെൻഡൻസികളൊക്കെ വളർന്നു വരുന്ന വളരെ കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക്, നമ്മെപ്പോലെയുള്ള ഈ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന് വളരെയേറെ സാധ്യതകളുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കുട്ടികളെക്കുറിച്ച് ഒരു കാര്യം കൂടി, ഒരു ബൈബിൾ വാചകം കൂടി ഉദ്ധരിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞതായി നമുക്ക് വായിക്കാൻ കഴിയുന്നു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ വിലക്കരുത്, സ്വർഗരാജ്യം ഇതുപോലെ ഉള്ളവരുടേതാണ് എന്നാണ് ദൈവം പറഞ്ഞത്. കുട്ടികളെ എൻ്റെ അടുത്തേക്ക് വിടുക, അവരെ വിലക്കരുത്, കാരണം സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് എന്ന് പറഞ്ഞാൽ
അവരെ പോലെ നിഷ്കളങ്കരായ മനുഷ്യരുടേതാണ് സ്വർഗരാജ്യം. സ്വർഗം അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാമീപ്യം ഒക്കെ അവകാശപ്പെടാൻ നമുക്ക് അർഹതയുണ്ടോ, യോഗ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി, ഒരു കണ്ടീഷൻ ഇതാണ്: നമുക്ക് നിഷ്കളങ്കത വേണം. എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാനുള്ള തോന്നൽ, മറ്റു മനുഷ്യർക്ക് വേദനകളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ സൃഷ്ടിക്കാനുള്ള തോന്നലോ ചിന്തയോ ഉദ്ദേശമോ നമുക്കുണ്ടെങ്കിൽ ഒരു തരത്തിലും നമ്മളാരും നിഷ്കളങ്കരല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ, നന്മ ചെയ്യാൻ, നന്മ പറയാൻ, നല്ലത് പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവവുമായി നമുക്ക് അടുത്തു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രമേഹ ദിനമായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. നമ്മുടെ ശരീരത്തോട് നല്ലത് ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതേക്കുറിച്ചും നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒന്ന് ബൈബിളിലൂടെ തന്നെ കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് വായിക്കാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ ബൈബിൾ പറയുന്നു: നിങ്ങളുടെ ശരീരം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലയോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരല്ല. ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാം: ഡു യു നോ ദാറ്റ് യുവർ ബോഡീസ് ആർ ടെമ്പിൾസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹു ഈസ് ഇൻ യു, whom you have received from God, you are not your own. ദൈവം നാം ഓരോരുത്തരുടെയും ശരീരത്തിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ സത്ത നാം ഓരോരുത്തരുടെയും ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമകൾ നമ്മളല്ല, നാം അല്ല നമ്മുടെ ഉടമകൾ. നമ്മെ ഉടമപ്പെടുത്തുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചു കളയാൻ യാതൊരു അവകാശവുമില്ല. നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ അതിനെ നമ്മൾ നശിപ്പിച്ചു കളയാതെ പരിപോഷിപ്പിക്കണം. നമ്മുടെ ശരീരം നമ്മളെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. പല റിലീജിയസ് കണ്ടെക്സ്റ്റുകളിലും ഇത് തന്നെ വായിക്കാൻ സാധിക്കും. ഇസ്ലാമിക് ആയിട്ടുള്ള കണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ആത്മഹത്യ എന്നത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടൊരു കാര്യമാണ്. ആത്മഹത്യ ഒരു തരത്തിലും ഇസ്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതിന് കാരണവും ഇത് തന്നെയാണ്. അവിടെയും പറയുന്നത് ഇതേ കാരണം തന്നെയാണ്. ശരീരം ദൈവം നിങ്ങൾക്ക് ഭരമേൽപ്പിച്ച ഒരു വസ്തുവാണ്. അതുകൊണ്ട് ആ ശരീരത്തെ നശിപ്പിച്ച് കളയാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. ശരീരമാവട്ടെ, കുട്ടികളാവട്ടെ, നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് വിതയ്ക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ആശയം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി. ഇന്ന് ഞാനിപ്പോൾ കുട്ടികളുടെ നിഷ്കളങ്കതയെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്, അല്ലേ? അപ്പോൾ നിഷ്കളങ്കരായ കുട്ടികൾ മാത്രമാണ് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നത്. സ്വർഗത്തിലേക്ക് പോവാൻ, ദൈവത്തോടെടുക്കാൻ ഈ കുട്ടികളെ പോലെ എന്ന് എടുത്തു പറഞ്ഞ ബൈബിൾ വാചകം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ഞാൻ ഉദ്ധരിച്ചു. ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും കുട്ടികളല്ല, യുവാക്കളും അല്ലെങ്കിൽ മധ്യവയസ്കരും ഒക്കെയാണ്. നമുക്ക് നല്ലൊരു ആയസ്സ് ദൈവം നൽകിയാൽ, കുറേ വർഷങ്ങൾ കൂടി ജീവിക്കാൻ പറ്റിയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന രംഗം, ആ ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ അവസാന രംഗം എന്ന് പറയുന്നത് ബാല്യത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടിത്വത്തിൻ്റെ തിരിച്ചുവരവാണ് നമ്മുടെ വാർദ്ധക്യം. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന ഒരു രചനയുണ്ട് ഷേക്സ്പിയറിൻ്റെ. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കാൻ സാധിക്കും: ലാസ്റ്റ് സീൻ ഓഫ് ഓൾ that ends this strange eventful history is second childishness and mere oblivion, sans teeth, sans eyes, sans taste, sans everything. ജീവിതത്തിൻ്റെ അവസാന രംഗം, അതേക്കുറിച്ച് ഷേക്സ്പിയർ പറയുന്നത് that ends this strange eventful history. മനുഷ്യ ജീവിതമെന്ന ഈ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രത്തിൻ്റെ വിചിത്രവും സംഭവബഹുലവുമായ ആ ജീവിത ചരിത്രത്തിൻ്റെ ജീവിത കഥയുടെ വിരാമമാണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം, അതായത് പടുവാർദ്ധക്യം. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ, അതേക്കുറിച്ച് ഷേക്സ്പിയർ പറയുന്നത് സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്നാണ്. രണ്ടാമത്തെ ബാല്യമാണ് മിയർ ഒബ്ലിവിയൻ, പൂർണ്ണമായ മറവി. എല്ലാം മറന്നു പോകുന്ന അവസ്ഥ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആവുന്ന അവസ്ഥ. ഈ സമയത്താണ് നമ്മൾ നമ്മുടെയൊക്കെ മാതാപിതാക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുന്നുവോ, ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കുന്നുവോ, ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ, അത്രത്തോളം നിഷ്കളങ്കമായി അവരോട് സ്നേഹിക്കുകയും അവരോട് പെരുമാറുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ആ സമയമാണ് വാർദ്ധക്യം, പടുവാർദ്ധക്യം. അതേക്കുറിച്ച് പറയുന്നത് സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്.
ആ സമയത്ത് സാൻസ് ടീത്ത്, അവർക്ക് പല്ലുകൾ ഉണ്ടാവില്ല, അവരുടെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകും. സാൻസ് ഐസ്, അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയുടെ പ്രകാശം ഉണ്ടാവുകയില്ല. സാൻസ് ടേസ്റ്റ്, സാൻസ് ഐസ്, അവർക്ക് കാഴ്ച ഉണ്ടാവില്ല, കണ്ണുകൾക്ക് കാഴ്ചയുടെ പ്രകാശം ഉണ്ടാവില്ല. സാൻസ് ടേസ്റ്റ്, അവരുടെ നാവിന് ഒരു രുചിയും ഉണ്ടാവുകയില്ല. സാൻസ് എവറിത്തിങ്, അവർക്ക് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതാണ് റിവേഴ്സൽ ഓഫ് ചൈൽഡ്ഹുഡ്, വാർദ്ധക്യം. ബാല്യം ഒരു മനുഷ്യനിലേക്ക് തിരികെ ഓടിയെത്തുന്ന ആ പടുവാർദ്ധക്യം. എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ, സ്നേഹിക്കാൻ, അവരെ നമുക്ക് പരിചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുത്തവരാണ്. കാരണം ദൈവം ഇഷ്ടപ്പെടുന്നത് ആ നിഷ്കളങ്കതയാണ്. നിഷ്കളങ്കരായ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട നിഷ്കളങ്കമായ ബാധ്യത നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ മനസ്സും ഹൃദയവും നിഷ്കളങ്കമായിരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് നിഷ്കളങ്കമായ കുറേ ചിന്തകൾ, കുറേ നല്ല പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിഷ്കളങ്കമായ ബാല്യങ്ങൾ നമ്മൾ മറന്നുകൂടാ. അവർ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യർ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് നല്ലത് വിതയ്ക്കേണ്ടതുണ്ട്. അതിലൂടെ നന്മ നമുക്ക് കൊയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റ് എന്ന, അല്ലെങ്കിൽ ഈ ഹാർവെസ്റ്റ് എന്ന ആശയം തന്നെ പൂർത്തിയായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലത് വിതച്ച് നല്ലത് കൊയ്യാൻ സാധിക്കണം. അവസാനത്തെ ഒരു ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഗലാത്യർ 6-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ദൈവം പറയുന്നതായി ബൈബിൾ പറയുന്നു: വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമുക്ക് നന്മ വിതയ്ക്കാൻ കഴിയണ്ടേ? നമുക്ക് നല്ലത് പറയാൻ കഴിയണ്ടേ? നമുക്ക് നല്ലത് ചിന്തിക്കാൻ കഴിയണ്ടേ? നമുക്ക് നല്ലത് പകർന്നു കൊടുക്കാനും പ്രചരിപ്പിക്കാനും കഴിയണ്ടേ? ആ ബാധ്യതയുടെ, ആ ഉത്തരവാദിത്വത്തിൻ്റെ സമ്പൂർണ്ണ നിർവഹണത്തിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഹാർവസ്റ്റ് ഫെസ്റ്റിൻ്റെ സംഘാടകർക്ക് അറിയിച്ചുകൊണ്ട് എല്ലാ നന്മയും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.